ആ ഒരു ബൂസ്റ്റിൻ്റെ മിക്സും ആ ഒരു ക്രീമും നമ്മുടെ ബ്രെഡൊക്കെ കോട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ടിത് പതുക്കെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബൂസ്റ്റ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ഡെലീഷ്യസ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ബൂസ്റ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ബൂസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റുള്ള പുഡിങ്ങാണ് കേട്ടോ ഇത്. എന്നാൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മെനക്കേടും ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ചാനലിൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ബൂസ്റ്റ് വെച്ചിട്ടുള്ള പുഡിങ് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു 5 രൂപയുടെ ബൂസ്റ്റിൻ്റെ പാക്കറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് എല്ലാ കടകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ നിന്നും കറക്റ്റ് 3 ടീസ്പൂണോളം വരുന്ന ബൂസ്റ്റ് ഇതുപോലുള്ളൊരു പാത്രത്തിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ഒരു 4 ടീസ്പൂണോളം വരുന്ന പഞ്ചസാരയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസോളം വരുന്ന നല്ല ചൂടുള്ള പാലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടുള്ള പാല് തന്നെ ചേർത്ത് കൊടുക്കുക, എങ്കിലേ നമ്മുടെ ഈ ഒരു ബൂസ്റ്റും പഞ്ചസാരയും ഒക്കെ പെട്ടെന്ന് ഇതിലോട്ട് അങ്ങോട്ട് മിക്സ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ട് നല്ല ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലെ കുറച്ചായിട്ട് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ബൂസ്റ്റും പഞ്ചസാരയും കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ അലിയുന്ന വരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ നോർമൽ റാക്കിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇനി ഇതേ കുറച്ച് വിപ്പിംഗ് ക്രീം ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല, കാരണം ഒരുപാട് കേക്കിൻ്റെ വീഡിയോയിലൊക്കെ നമ്മൾ വിപ്പിംഗ് ക്രീം എങ്ങനെ ബീറ്റ് ചെയ്യുന്നത് ഓൾറെഡി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല. ഇനി ഇതിലോട്ട് ഒരു 3 ടീസ്പൂണോളം വരുന്ന ബൂസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതെന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബൂസ്റ്റ് വെച്ചിട്ട് വിപ്പിംഗ് ക്രീം മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ക്രീമിന് നല്ലൊരു ബൂസ്റ്റിൻ്റെ ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബൂസ്റ്റ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഈ ഒരു ക്രീം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ബൂസ്റ്റും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലുള്ള ഒരു ബീറ്ററോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സാധാരണ വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ബൂസ്റ്റ് ഈ ഒരു ക്രീമിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലുള്ളൊരു സ്പാച്ചിലോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലുള്ളൊരു 3 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്രെഡിൻ്റെ സൈഡിൽ വരുന്ന ആ ഒരു ബ്രൗൺ ഭാഗമൊക്കെ കത്രിക വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിക്കളൂ കേട്ടോ. ആ ഒരു സൈഡ് പോർഷൻ നമുക്ക് ആവശ്യമില്ല. ഇനി ഇതുപോലുള്ളൊരു കേക്ക് ബോർഡിലാണ് നമ്മൾ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ളൊരു കേക്ക് ബോർഡിലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്താലും മതിയാവും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തണുപ്പിക്കാനായിട്ട് മാറ്റി വെച്ച ഈ ഒരു ബൂസ്റ്റിൻ്റെ മിക്സിലോട്ട് എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡ് പതുക്കെ നമുക്കിത് ഈ ഒരു രീതിയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെഡ് അങ്ങോട്ട് കട്ടായി പോകും, എല്ലാം കൂടി കുതിർന്നിട്ട് പതുക്കെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ഈ ഒരു കേക്ക് ബോർഡിലൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഇതെ ഈ ഒരു രീതിയിൽ കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഡിപ്പ് ചെയ്യണ്ട. ഞാൻ വീണ്ടും എടുത്ത് പറയാനുള്ള കാരണം നമ്മുടെ ബ്രെഡ് അങ്ങോട്ട് പീസായി പോകും കേട്ടോ കുതിർന്ന്. അപ്പോൾ ഇത് പതുക്കെ ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു ബ്രെഡ് ഈ ഒരു ലെവലിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നേരെ പകുതിയായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പതുക്കെ ഈ ഒരു പീസ് ഒന്ന് ഡിപ്പ് ചെയ്യുക. എല്ലാ ഭാഗത്തും ആ ഒരു ബൂസ്റ്റിൻ്റെ ഇത് എത്തണം കേട്ടോ. എന്നിട്ട് പതുക്കെ നമുക്കിത് ഈ ഒരു രീതിയിൽ ഞാൻ ശരിക്കും ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ ഒന്ന് അതിനോട് ചേർത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. കറക്റ്റ് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ നല്ല ഷേപ്പ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഒന്നും കൂടി നമ്മുടെ ബ്രെഡ് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നമുക്ക് ആ ഒരു ബൂസ്റ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ ഈ ബ്രെഡിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് ആദ്യമായിട്ട് അങ്ങോട്ട് ഡിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡ് നമ്മൾ ആ ഒരു മിക്സിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു രീതിയിലും ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ബ്രെഡൊക്കെ നന്നായിട്ട് ഇതങ്ങോട്ട് ഡ്രിങ്ക് ചെയ്തോളും. ഇനി നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ച ഈ ഒരു ബൂസ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലുള്ള ഒരു സ്പാച്ചിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന പാലറ്റ് നൈഫൊക്കെ ഉണ്ടല്ലോ, അതുണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുക്കാം.
ഇനി ഇത് കുറച്ച് ക്രീം ഞാനൊന്ന് പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ട് ഈ 4 സൈഡിലും ഒരു ഡെക്കറേഷൻ പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, പക്ഷേ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മുടെ ബാക്കിയുള്ള ഈ ഒരു ബൂസ്റ്റിന്റെ മിക്സ് നമുക്ക് ഇതിലോട്ട് പതുക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒരു ബൂസ്റ്റിൽ കുതിർന്നിട്ട് വീണ്ടും ആ ഒരു ക്രീമും ആ ഒരു ബ്രെഡൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഈ ഒരു ബൂസ്റ്റിന്റെ മിക്സ് നമ്മൾ ഇതിന്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിന്റെ നോർമൽ റാക്കിൽ വെച്ചിട്ട് നമുക്കൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം കേട്ടോ. തണുത്ത് കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നമ്മുടെ പുഡിങ് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ബൂസ്റ്റിന്റെ പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാനും പിന്നെ നല്ലൊരു ക്രഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബൂസ്റ്റിന്റെ പൊടി ഇതുപോലെ അങ്ങോട്ട് വിതറി കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു പീസ് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പതുക്കെ നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഞാൻ ഈ ഒരു പീസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഈ ഒരു ബൂസ്റ്റിന്റെ മിക്സ് ഉണ്ടല്ലോ, അത് പതുക്കെ ഇതിന്റെ മുകളിലേക്ക് കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് ആ ഒരു ബൂസ്റ്റിന്റെ മിക്സും ആ ഒരു ക്രീമും നമ്മുടെ ബ്രെഡൊക്കെ കോട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് പതുക്കെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി കേട്ടോ. നമ്മൾ ആ ഒരു ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് ചെയ്യുന്നതെന്ന് പറയില്ല. ബ്രെഡിലിങ്ങനെ കോട്ടായിരിക്കുകയാണ്. സംഭവം കൊള്ളാം കേട്ടോ, അടിപൊളി. ആ ക്രീമും നമ്മുടെ ബ്രെഡും എല്ലാം ആ ബൂസ്റ്റിൽ ഇങ്ങനെ കുതിർന്ന് കിടക്കാണ് കേട്ടോ. അപ്പോഴാണ് അടിപൊളി ടേസ്റ്റ്. ചെറിയൊരു പീസ് മോൾക്ക് കൊടുക്കട്ടെ, അവളിങ്ങനെ കാത്തിരിക്കുകയാണ്. പൊതുവെ ബൂസ്റ്റ് കുറച്ച് ഇഷ്ടമുള്ള ടൈപ്പാണ് കേട്ടോ. അതുകൊണ്ട് അവൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. അതേപോലെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ അയച്ചു തരാം കേട്ടോ. അപ്പോൾ നാളെ ഒരു കിഡിലൻ വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.